ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയ പ്രോക്സികളൊക്കെ കൊണ്ടുവന്ന് ഇറാനാണ് എന്നാണ് പറയുന്നത്, സ്പോൺസർ ചെയ്യുന്നത്. ഇതേ ഇറാൻ ഇസ്രയേലിൻ്റെ ശത്രുപക്ഷത്ത് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഇസ്രയേലും ഇറാനും തമ്മിലൊരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങുന്നു. ശരിയാണോ? അങ്ങനെ കാഹളം മുഴങ്ങുന്നു എന്നുള്ളത് നമ്മളറിയുന്നത് ആ രണ്ട് രാജ്യങ്ങളും നടത്തുന്ന പ്രസ്താവനകളിൽ നിന്നാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു ഇസ്ലാമിക രാജ്യത്തിനും അണുബോംബ് ഉണ്ടാകരുത് എന്നുള്ളതാണ്. മുമ്പ് പാകിസ്ഥാൻ കാഹുട്ട ആണവ നിലയം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അത് തകർക്കാനായിട്ട് ഇന്ദിരാഗാന്ധിയോട് സഹായിക്കാമെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നതാണ്. അത് ഇന്ദിരാഗാന്ധി സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ജാംനഗറിലോ ഗുജറാത്തില് എവിടെയെങ്കിലും ഇന്ധനം നിറയ്ക്കാനായിട്ടൊരു സൗകര്യം ചെയ്തു തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞതായിട്ട് പുസ്തകങ്ങളിൽ തന്നെ ഉണ്ട്. അത് സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അണുബോംബ് കിട്ടിയാൽ ഇത് ഭീകരരുടെ കയ്യിൽ ചെന്ന് ചേരാം, പിന്നെ ലോകത്തിന് ഇത് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇസ്രയേലിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഈ സിറിയയില് മുമ്പ്, അതായത് ഇറാന്റെ ആണവശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്നു, ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നു. അതുകൊണ്ട് സിറിയയിൽ എന്നാൽ ഒരു ആണവ നിലയം തുടങ്ങാന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഇറാൻ ഉണ്ടായിരുന്നു. അതും ആക്രമിച്ച് തകർത്തിരുന്നു ഇസ്രയേല് തുടക്കത്തിൽ തന്നെ. അതെ, ഇപ്പോഴും യുദ്ധത്തിന്റെ ഇടയ്ക്ക് ആണവശാസ്ത്രജ്ഞന്മാരെ ലക്ഷ്യം വെച്ചല്ലോ. ഉറങ്ങിക്കിടന്ന ആണവശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊന്നില്ലേ ഇസ്രയേല്? ഇത് തന്നെയാണ് അതിന്റെ കാരണം. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യം സാധിച്ചിട്ടില്ല. ഫോർദോയിലും നദാൻസിലും ഭൂമിക്കടിയിലായതുകൊണ്ട് അമേരിക്കയുടെ ബോംബറുകൾ വന്ന് ബോംബ് ചെയ്താലേ, കാരണം ഈ കോൺക്രീറ്റ് അടിയിലത്തത്, ഭൂമിയുടെ അടിയിലത്തത് തകർക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ബോംബർക്ക് പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.